റഷ്യയിൽ നിന്ന് കറാച്ചിയിലേക്ക് റെയിൽപാത വരുന്നു. എന്താ അതിൻ്റെ വിശദാംശങ്ങൾ? ഇത് മാർച്ച് 15-ാം തീയതി കന്യാത്ര ആണ്. നമ്മൾ റഷ്യയുമായിട്ട് വലിയ സൗഹൃദത്തിലാണ് എന്ന് നമ്മൾ കരുതും. നമ്മൾ പക്ഷെ റഷ്യയുമായിട്ട് മാത്രമല്ല താലിബാനുമായിട്ടും ഒക്കെ വലിയ സൗഹൃദമാണ്. നമ്മുടെ ഒരു വിദേശ നയം അങ്ങനെയാണ്, എല്ലാവരുമായിട്ടും സൗഹൃദത്തിൽ പോവുക, അതിൻ്റെ ഗുണങ്ങൾ നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. റഷ്യയുമായിട്ട് യുക്രൈൻ കാലത്ത് റഷ്യക്ക് നേരെ ഉപരോധം ഉണ്ടായിരുന്നു, അമേരിക്കയുടെ ഉപരോധം, യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉപരോധമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആ സമയത്ത് എണ്ണ റഷ്യയിൽ നിന്ന് ധാരാളം വാങ്ങിച്ചു. കുറച്ച് വില കുറവായിരുന്നു, കുറച്ചല്ല നന്നായിട്ട് വില കുറവായിരുന്നു. ഈ ബാരലിന് $60 എന്നൊക്കെ പറഞ്ഞിട്ട് $80 കാലത്തുമൊക്കെ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ലാഭമൊക്കെ ഉണ്ടായി. പക്ഷെ ഇപ്പോൾ ട്രംപ് വന്ന ശേഷം നമുക്ക് ആ എണ്ണ കിട്ടുന്നില്ല. നമ്മളിപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നൊക്കെയാണ് റഷ്യക്ക് പകരം എണ്ണ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എണ്ണ എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഒക്കെ. അപ്പോൾ ആ ഒരു സൗകര്യം നമുക്കില്ല ഇപ്പോൾ റഷ്യയിൽ നിന്ന്, ഉപരോധം കൂടിയതുകൊണ്ട്. അപ്പോൾ അവർ വേറെ കച്ചവട സാധ്യതകൾ റഷ്യ നോക്കുമല്ലോ. അങ്ങനെയാണ് ഈ പരിപാടി വന്നത്. ഇടയ്ക്ക് ചില റെയിലുകൾ ഉണ്ട്, അതൊക്കെ തമ്മിൽ ഘടിപ്പിക്കേണ്ട കാര്യമേ വരുന്നുള്ളൂ. അപ്പോൾ മാർച്ച് 15-ന് കറാച്ചിയിലേക്ക് റഷ്യയിൽ നിന്നുള്ള ട്രെയിൻ ഓടിത്തുടങ്ങുന്നു. ചരക്ക് ട്രെയിനാണ്, ചരക്ക് മാത്രം കൊണ്ടുപോകാൻ, യാത്രാ ട്രെയിനുകളല്ല, പാസഞ്ചർ ട്രെയിനുകളല്ല. ഇറാൻ, തുർക്ക്മെനിസ്ഥാൻ, കസാഖ്സ്ഥാൻ വഴി റഷ്യയിലേക്ക് പോവുക. അതായത് കറാച്ചിയിൽ നിന്ന് ഇറാൻ, തുർക്ക്മെനിസ്ഥാൻ, കസാഖിസ്ഥാൻ വഴി റഷ്യയിലേക്ക് പോവുകയാണ് ചരക്ക് വണ്ടികൾ. അപ്പോൾ പാകിസ്ഥാൻ റെയിൽവേസ് ഫ്രൈറ്റ് CEO സൂഫിയാൻ സർഫറാസ് ദോഗർ ആണ് ഇത് പ്രഖ്യാപിച്ചത്, ഇങ്ങനെ സംഭവം നടക്കാൻ പോകുന്നു എന്നുള്ളത്. ഇങ്ങനൊരു ആവശ്യം ഓൾ പാകിസ്ഥാൻ ടെക്സ്റ്റൈൽ മിൽസ് അസോസിയേഷൻ വച്ചിരുന്നു, ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായാൽ നല്ലതാണ്. അപ്പോൾ തുണിത്തരങ്ങൾ ധാരാളം റഷ്യയിലേക്ക് കറാച്ചിയിൽ നിന്ന് പോകാൻ പോകുന്നു എന്ന് വേണം കരുതാൻ. റഷ്യ എണ്ണ, ഗ്യാസ്, യന്ത്രങ്ങൾ, മെഷീനറി, പിന്നെ സ്റ്റീൽ, ഇതൊക്കെ പാകിസ്ഥാനിലേക്ക് ട്രെയിൻ വഴി കയറ്റി അയക്കും എന്നാണ് വാർത്തകളിൽ കാണുന്നത്. ഇതിൽ പക്ഷേ എണ്ണയും ഗ്യാസും ഉണ്ട്. അപ്പോൾ ഉപരോധം ലംഘിച്ചുകൊണ്ട് ചെയ്യും എന്ന് വേണം കരുതാൻ. പാകിസ്ഥാന്, ഇറാൻ, തുർക്ക്മെനിസ്ഥാൻ, കസാക്ക്, റഷ്യ. അപ്പോൾ പാകിസ്ഥാന് ഈ ട്രെയിൻ പോകുമ്പോൾ പല സ്ഥലത്ത് നിർത്തുമല്ലോ. അപ്പോൾ പാകിസ്ഥാന് ഇറാൻ്റെ വിപണികൾ കിട്ടും, തുർക്ക്മെനിസ്ഥാൻ്റെ വിപണി കിട്ടും, കസാക്കിസ്ഥാൻ്റെ കിട്ടും, റഷ്യയുടേതും കിട്ടും. പോകുമ്പോൾ നിർത്തുന്ന സ്ഥലങ്ങളിലൊക്കെ കിട്ടും. ഇത്രയും രാജ്യങ്ങളുണ്ടല്ലോ. തുണി, ഭക്ഷ്യവസ്തുക്കൾ, കാർഷികോൽപ്പന്നങ്ങൾ, ഇതാണ് പാകിസ്ഥാനിൽ നിന്ന് പോകാൻ പോകുന്നത് തിരിച്ച് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ. അരി, ഗോതമ്പ്, പരുത്തി എന്നിവ പാകിസ്ഥാനിൽ നിന്ന് റഷ്യയിലേക്ക് പോകും എന്നും വാർത്തകളിൽ കാണുന്നുണ്ട്. അരി, ഗോതമ്പ്, പരുത്തി. പിന്നെ നിർമ്മിത വസ്തുക്കൾ, ഇലക്ട്രോണിക്സ്, ഈ വക സാധനങ്ങളും ഒക്കെ പോകും. പക്ഷെ അത് കുറവായിരിക്കും, ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ. കറാച്ചി കാസിം ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ ഉണ്ട്. ആ കണ്ടെയ്നർ ടെർമിനലിൽ നിന്ന് 22 ടൺ 44 ടൺ കണ്ടെയ്നറുകളായിട്ടാണ് ഈ ചരക്ക് പോകുന്നത്. കറാച്ചിയിലെ കണ്ടെയ്നർ ടെർമിനലിൽ നിന്നാണ് റഷ്യയിലേക്കുള്ള ട്രെയിനിൻ്റെ യാത്ര. സമയവും പണവും ലാഭിക്കാം എന്നുള്ളതാണ് ഇതുവഴി കാണുന്നത്. കടൽ വഴി പോകണ്ട, ആകാശം വഴിയും പോകണ്ട. അത് രണ്ടും ആണെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ അങ്ങനെയാണ്, അത് ചിലവ് കൂടുന്നതാണ്. ഇപ്പോൾ തുർക്ക്മെനിസ്ഥാനും ഇറാനും ഇടയിൽ തീവണ്ടിപ്പാത ഉണ്ട്. ഇറാനിൽ നിന്ന് തുർക്ക്മെനിസ്ഥാൻ, ഇറാനും തുർക്ക്മെനിസ്ഥാനുമാണല്ലോ അതിൽ 2 രാജ്യം. അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഓൾറെഡി റെയിൽപാതയുണ്ട്. പിന്നെ തുർക്ക്മെനിസ്ഥാനിലെ സർഗത്താബാദ് നഗരത്തിലെ ഇറാനിലെ മഷാദുമായി ബന്ധിപ്പിക്കുന്ന റെയിൽപാതയും ഉണ്ട്. അപ്പോൾ ഇടയ്ക്കുള്ള റെയിൽപാതകളുണ്ട്.
അപ്പോൾ കറാച്ചിയിൽ നിന്ന് ഇറാനിലേക്ക് ഉള്ള റെയിൽപാതയിൽ കുറച്ച് പണിയും കൂടിയേ ബാക്കിയുള്ളൂ. ബാക്കി റെയിൽപാതകളുണ്ട് ചില നഗരങ്ങളെയൊക്കെ ബന്ധിപ്പിച്ചിട്ട്. അപ്പോൾ ഇറാനും പാകിസ്ഥാനും ഇടയിൽ സഹേദ മിർജവെ എന്ന് പറഞ്ഞ 2 നഗരങ്ങൾക്കിടയിൽ റെയിൽപാതയുണ്ട്. അപ്പം ഇത് കുറച്ച് കറാച്ചിയിലേക്ക് കുറച്ചുകൂടി, അതെ, പാകിസ്ഥാനിലെ സഹേദയിൽ നിന്ന് കറാച്ചിയിലേക്ക് പാത ഇപ്പോൾ ഇട്ട് തീരുകയാണ്. അപ്പോൾ അതോടുകൂടി അത് തീർന്നു. അപ്പോൾ ഇടക്കിടക്ക് റെയിൽപാതകൾ ഉണ്ടായിരുന്നു നേരത്തെ കൂട്ടി യോജിപ്പിക്കുന്നത്. ഇറാനും പാകിസ്ഥാനും ഇടയ്ക്ക് ഈ ജാഫൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്റ്റേഷൻ വഴി ബന്ധവുമുണ്ട്. അങ്ങനെ പാകിസ്ഥാനിലെ മിർജവയും ഇറാനിലെ സഹേദാനും തമ്മിൽ ആണ് റെയിൽവേ വരുന്നത്. 2 ഇറാനും പാകിസ്ഥാനും തമ്മിൽ. പിന്നെ കറാച്ചിയിലേക്ക് നീട്ടേണ്ട കാര്യമേ ഉള്ളൂ. 2024 ജൂണിൽ, കഴിഞ്ഞ കൊല്ലം ജൂണിൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ ഈ ഇക്കണോമിക് ഫോറം, സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ഇക്കണോമിക് ഫോറത്തിൽ വെച്ച് ഇതിൻ്റെ കരാറ് ഒപ്പുവെച്ചിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാണ് ഈ ബാക്കി റെയിൽപാതകളും കൂടി ശരിയായത്. ഈ തുണിത്തരങ്ങളിൽ അടുത്ത 5 വർഷം ടെക്സ്റ്റൈൽസിൽ $50 ബില്യൺ കച്ചവടം നടത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പാകിസ്ഥാൻ്റെ ആത്മ ചെയർമാൻ ഖദ്രാൻ അർഷദ് ഇതാണ് ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ കച്ചവടം റഷ്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കാൻ പോവുകയാണ്. ഉപരോധം മറികടക്കാനായിട്ട് പാകിസ്ഥാൻ ഇറാൻ മാതൃകയിൽ ബാർട്ടർ സമ്പ്രദായമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എണ്ണയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ട്രെയിനിൽ റഷ്യയിൽ നിന്ന് എണ്ണയും ഗ്യാസും ഒക്കെ വരും എന്ന് പറഞ്ഞല്ലോ. ഉപരോധം ലംഘിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് അമേരിക്കയുടെ യൂറോപ്പിൻ്റെ ഒക്കെ. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപരോധം മറികടക്കാനായിട്ടുള്ള ഒരു വഴിയുണ്ട്. അത് ബാർട്ടർ സമ്പ്രദായം സ്വീകരിക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ പാകിസ്ഥാനും ഇറാനും തമ്മിൽ, ഇറാന് ഉപരോധം ഉണ്ടല്ലോ, ആണവ ഉടമ്പടികളിൽ നിന്ന് അമേരിക്ക നേരത്തെ പിന്മാറിയിരുന്നു. ഇവർ ആണവ പരീക്ഷണങ്ങൾ ഇന്റർനാഷണൽ ഏജൻസിയെ, ന്യൂക്ലിയർ ഏജൻസിയെ അറിയിക്കാതെ പലതും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഉപരോധമുണ്ട് ഇറാനെതിരെ. പക്ഷേ ഇറാനും പാകിസ്ഥാനും തമ്മിൽ കച്ചവടം നടക്കുന്നുണ്ട്. അത് ബാർട്ടർ സമ്പ്രദായത്തിലാണ്. എന്ന് പറഞ്ഞാൽ കറൻസി അല്ല, ഒരു സാധനത്തിന് നിങ്ങൾ കുറേ ഗോതമ്പ് ഇങ്ങതാ, ഞങ്ങൾ കുറേ തുണി അങ്ങോട്ട് തരാം എന്ന് പറയുന്ന സമ്പ്രദായത്തിലാണ് കച്ചവടം. ആ മാതൃകയിലായിരിക്കും എന്നാണ് പറയുന്നത് പാകിസ്ഥാനും റഷ്യയും തമ്മിലുള്ള കച്ചവടം. ബാർട്ടറിലായിരിക്കുന്നു. ചിലപ്പോൾ അത് ഈ കടലാസിൽ മാത്രമായിരിക്കാനും സാധ്യതയുണ്ട്. 2024 കഴിഞ്ഞ കൊല്ലം റഷ്യയുടെ പ്രധാനമന്ത്രി, പുടിൻ പ്രസിഡന്റ്, റഷ്യയുടെ പ്രധാനമന്ത്രി മിഷുസ്തിൻ ഇസ്ലാമാബാദിൽ എത്തിയിരുന്നു. റഷ്യയുടെ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ മോസ്കോയിലും പോയിരുന്നു. ഈ ഷഹബാസ് ഷെറീഫ് വരുന്നതിന് മുമ്പ് ഇമ്രാൻഖാൻ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ തന്നെ ഈ കരാറുകൾ ഒപ്പുവെച്ചതാണ്. അവിടെ റഷ്യയിൽ നിന്നുള്ള പ്രധാനമന്ത്രി ഇവിടെ വന്നു, ഇവിടെ നിന്നുള്ള പ്രധാനമന്ത്രി അങ്ങോട്ട് യാത്ര ചെയ്തു. 2022 ഫെബ്രുവരിയിൽ തന്നെ ഈ പരിപാടികൾ തുടങ്ങിയതാണ്. പാകിസ്ഥാൻ ഈ അഫ്ഗാൻ മുജാഹിദ്ദീനുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട് നേരത്തെ. അപ്പോൾ അങ്ങനെയും അതായത് മുജാഹിദ്ദീന് സോവിയറ്റ് യൂണിയൻ അധിനിവേശം ഉണ്ടായിരുന്നല്ലോ അഫ്ഗാനിസ്ഥാനിൽ. ആ കാലത്ത് പാകിസ്ഥാൻ ഈ അഫ്ഗാൻ മുജാഹിദ്ദീനെ, സോവിയറ്റ് യൂണിയനെതിരെ നിൽക്കുന്ന മുജാഹിദ്ദീനെ പരിശീലിപ്പിച്ചിരുന്നതാണ്. അന്ന് അവർ തമ്മിൽ സംഘർഷത്തിലായിരുന്നു എന്നർത്ഥം, സോവിയറ്റ് യൂണിയനും പാകിസ്ഥാനും തമ്മിൽ. പക്ഷെ കഴിഞ്ഞ കൊല്ലം അതൊക്കെ മാറി $1 ബില്യൺ കച്ചവടം പാകിസ്ഥാനും റഷ്യയും തമ്മിൽ നടന്നു. താലിബാനെ റഷ്യ ഭീകര സംഘടനാ പട്ടികയിൽ നിന്ന് നീക്കുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടം വന്നല്ലോ. 2021 അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോയി. അത് കഴിഞ്ഞ് താലിബാൻ ഭരണകൂടത്തിന് റഷ്യ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭീകര സംഘടനാ പട്ടികയിൽ നിന്ന് നീക്കുകയും ചെയ്തു.
പാകിസ്ഥാന് അമേരിക്കയുമായിട്ടുള്ള നീരസം, പാകിസ്ഥാന് അമേരിക്കയുമായിട്ടുള്ള ഇപ്പോൾ ഒരു നീരസമുണ്ട് ട്രംപ് വന്നത്, അത് മുതലെടുക്കുക എന്നാണ് റഷ്യ ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് അയലത്തൊക്കെ വരുന്ന പാകിസ്ഥാനെ കൂടെ നിർത്തുക. പാകിസ്ഥാനികളെ അമേരിക്കയിലേക്ക് നമ്മൾ കയറ്റുന്നില്ല എന്നൊരു ഇതുകൂടി ട്രംപ് പറഞ്ഞല്ലോ. അതെ. അപ്പോൾ പാകിസ്ഥാനും പാകിസ്ഥാനെ പറ്റി വലിയ അഭിപ്രായമില്ല. മോദിയുമായിട്ടുള്ള ചർച്ച കഴിഞ്ഞപ്പോഴും അത് പറഞ്ഞിരുന്നതാണ്. കഴിഞ്ഞ ദിവസം മറ്റേ സംയുക്ത സമ്മേളനം നടന്നില്ലേ അമേരിക്കയിൽ, അപ്പോഴും പാകിസ്ഥാനെതിരെ ട്രംപ് സംസാരിച്ചിരുന്നതാണ്. ഈ IMF ലോണിന്റെ ഒരു ഗഡു കൊടുത്തിരുന്നു, ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്, ബാക്കി കൊടുക്കുമോ എന്നുള്ള കാര്യവും സംശയമാണ്. അപ്പോൾ ആ സംഘർഷം മുതലെടുക്കുകയാണ് റഷ്യ. പാകിസ്ഥാനെ കൂടെ നിർത്തുന്നു. ഇതുവഴി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിനെ ഈ ചെക്ക് ചെയ്യാനും ഇത് സഹായിക്കും എന്ന് രണ്ട് രാജ്യങ്ങളും കരുതുന്നു. ഈ സൗഹൃദം വളരുമ്പോൾ റഷ്യ പാകിസ്ഥാന് ഈ MI-35 ഹെലികോപ്റ്ററുകൾ കൊടുക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. ഹെലികോപ്റ്ററുകളും വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പട്ടാളത്തിന് ഉപയോഗിക്കാവുന്നത് MI-34. പിന്നെ പാകിസ്ഥാൻ്റെ JF-17 വിമാനത്തിന് റഷ്യ എൻജിൻ കൊടുക്കുന്നുണ്ട്, കിൽമോവ് എൻജിൻ. അപ്പോൾ പ്രതിരോധ രംഗത്തും സഹകരണം. കിൽമോവ് എൻജിൻ അവർ സംയുക്ത സൈനിക അഭ്യാസങ്ങൾ റഷ്യയും പാകിസ്ഥാനും തമ്മിൽ നടത്തുന്നുണ്ട്. പിന്നെ ഇതിനവർ സംയുക്ത അഭ്യാസത്തിന് ഇട്ട പേര് ഡ്രുഷ്ബ എന്നാണ്. ആ റഷ്യൻ വാക്കിന്റെ അർത്ഥം സൗഹൃദം എന്നാണ്, ഡ്രുഷ്ബ. അപ്പോൾ പാകിസ്ഥാനും റഷ്യയും തമ്മിൽ ആണ് സൗഹൃദം. 2016 മുതൽ അങ്ങനെയാണ്. 2016 വിശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറി ആക്രമണം നടന്നില്ലേ, അതിനുശേഷം ഇന്ത്യക്കെതിരെ പാകിസ്ഥാന്റെ ആക്രമണം നടന്ന ശേഷം അത്യാവശ്യം റഷ്യയും പാകിസ്ഥാനും തമ്മിൽ നല്ല സൗഹൃദമാണ്. ഇപ്പോൾ ട്രംപ് വന്ന ശേഷം അത് കുറച്ചുകൂടി ദൃഢമാകുന്നു. ട്രെയിൻ ഗതാഗതം, അതെ, കറാച്ചിയും റഷ്യയും തമ്മിൽ ട്രെയിൻ വഴി ബന്ധപ്പെടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.